കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചു. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇസ്രയേൽ ജനം മിസ്രയീം ദേശത്ത് വളരെ പെരുകുന്നത് അവിടുത്തെ ഫറവോ രാജാവിനും ആ രാജ്യത്തിന് തന്നെ വളരെ ഭീഷണിയായി നിൽക്കുന്ന ഒരു സമയം. ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ ഇസ്രയേൽ ജനം ഒരു ശിക്ഷയായിട്ടാണ് ഫറവോൻ്റെ അടിമത്തത്തിൽ പോയതെങ്കിലും ദൈവം അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മെ അടിച്ചു, അല്ലെങ്കിൽ ദൈവം നമ്മെ ശിക്ഷിച്ചു, ദൈവം നമ്മെ പ്രത്യേക ശോധനയിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് വരികിലും ദൈവം നമ്മെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം തൻ്റെ ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതായ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതായ ശോധനയുടെ അവസ്ഥയിലും ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, അവിടെയും ദൈവത്തിൻ്റെ വലിയ നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ആ പ്രവാസകാലത്ത് പോലും ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതായ ദൈവമാണ്. ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കുന്നില്ലെങ്കിലും ഗോഡ് ഈസ് വെരി ആക്റ്റീവ് ഇൻ അവർ ലൈഫ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്താ സംഭവിച്ചത്? ഈ ഇസ്രായേൽ ജനത്തെ ദൈവം അവിടെ പെരുകുവാൻ അനുവദിച്ചു. ഇത് അവർക്ക് വളരെ ഭീഷണിയായി തോന്നി. കാരണം മിസ്രയീമിലുള്ള ആളുകളെക്കാളും ഉപരിയായിട്ടുള്ള ആളുകൾ ഇസ്രായേൽ ജനത്തിൻ്റെ വന്നാൽ അത് ആ രാജ്യത്തിൻ്റെ വ്യക്തിത്വത്തെയും ആ രാജ്യത്തിൻ്റെ അസ്തിത്വത്തെയും ബാധിക്കുമെന്ന് നല്ലവണ്ണം ഫറവോൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ താനൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഇത് ഇസ്രായേൽ ജനത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എടുത്തതായ ഒരു വിധിയാണ്. അപ്പോൾ രാജാവിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. കാരണം അപ്രകാരം ലംഘിക്കപ്പെട്ടാൽ ആ ലംഘിച്ചവരെ കൊന്നുകളയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭീഷണി, ഞാൻ ചിന്തിക്കുന്നു, ഇസ്രയേലിൽ ജനിച്ചതായ സകല ആൺകുട്ടികളെയും നൈൽ നദിയിൽ ഇട്ട് കൊന്നുകളഞ്ഞതായ ആ വാർത്തകൾക്കിടയിലും അതിനെ ഭയപ്പെടാതെ മോശയുടെ മാതാപിതാക്കൾ മോശ ജനിച്ചപ്പോൾ അവർ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. എങ്ങനെ ഇവർക്കിത് കഴിഞ്ഞു? ആരെങ്കിലും ഇത് കണ്ടിട്ട് പറയുകയാണ്, സഹോദര സഹോദരി, നിങ്ങൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും, കാരണം നിങ്ങൾ രാജകൽപ്പന ലംഘിച്ചിരിക്കുന്നു. പക്ഷേ ഇവർ എന്തുകൊണ്ട് ഇതിന് ധൈര്യപ്പെട്ടു? അതാണ് ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസത്താൽ, ബൈ ഫെയ്ത്ത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്താണ് വിശ്വാസം? നമ്മൾ പലതവണ വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും, ഞങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ ദൈവം ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും എന്ന് വിശ്വാസത്താൽ എടുക്കുന്ന തീരുമാനം. അത് നമ്മളുടെ പ്രാപ്തിയിൽ എടുക്കുന്ന തീരുമാനമല്ല, നമ്മുടെ കഴിവുകളെ ആശ്രയിച്ചെടുക്കുന്നതായ തീരുമാനമല്ല, മറ്റാരുടെങ്കിലും ഉപദേശപ്രകാരം നമ്മളെടുക്കുന്ന തീരുമാനമല്ല. ദൈവത്തെക്കുറിച്ചുള്ള ആ നമ്മളുടെ അറിവിൽ, ചിന്തകളിൽ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ ആ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കി തീർക്കും. രാജാവിനെ പോലും ഭയപ്പെടാതെ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. എന്നെ വളരെ സ്പർശിച്ചതായ കാര്യം, മോശയുടെ ജനനത്തെങ്കിൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു എന്നുള്ളതാണ്. ഈ ഒരു ഹാൻസമായിട്ടുള്ള മോശയെ കണ്ടപ്പോഴാണ് അവരിലുള്ള വിശ്വാസം കൂടുതൽ വർദ്ധിച്ചത്. ഇത്രത്തോളം സൗന്ദര്യം നൽകിയതായ ദൈവത്തിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. നമ്മളിതിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതായ ഈ കാര്യം തന്നെ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളത് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് 2-ാം അധ്യായം 2-ാം വാക്യം. അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട്
എബ്രായ ലേഖനത്തിൽ ഇത് കാണുന്നത് വിശ്വാസത്താൽ അവർ അവനെ സൗന്ദര്യമുള്ള കുഞ്ഞ് എന്ന് കണ്ടു എന്നുള്ളതാണ്. ഈ കുഞ്ഞിൻ്റെ സൗന്ദര്യവും അവർ വിശ്വാസത്താൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവർ രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇന്ന് പലപ്പോഴും നമ്മൾ നേരിടുന്നതായ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആവുക എന്നുള്ളതാണ്. പല ആശയ സംഘർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, എത്രത്തോളം ക്രൈസിസ് ഉള്ളതായ ഒരു സമയമാണ്. വല്ലാത്തൊരവസ്ഥയിലൂടെ ഈ മാതാപിതാക്കൾ കടന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ട്രാൻസ്ഫോം ചെയ്യുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ കടന്നു വന്നാലും, എത്രത്തോളം നിങ്ങൾ മാനസികമായി ഞെരുക്കപ്പെടുന്ന അവസ്ഥ വന്നാലും, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം വളരെ ശക്തമായി ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് പോലും വിശ്വാസത്താൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയും. അതെ, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ഈ മോശ എന്ന കുഞ്ഞിനെ എന്നേക്കുമായി നഷ്ടപ്പെടാവുന്ന ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സൂക്ഷിക്കുവാനും അതിനെ വളർത്തുവാനും നോക്കിക്കേ, മുന്നോട്ടുള്ള പല അനുഭവങ്ങളിലും മോശയെ ദൈവം എപ്രകാരമാണ് നയിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ ദൈവത്തിന് ധാരാളം പദ്ധതികളുണ്ട്. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കുവാൻ ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. മോശയുടെ മാതാപിതാക്കളെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുവാനും ജീവിതത്തിൽ കടന്നു വരുന്നതായ കലുഷിതമായ അവസ്ഥകളിൽ വിശ്വാസത്താലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും അടുത്ത പടികൾ വയ്ക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകൾക്കായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.